സദ്യ ആണെങ്കിൽ നല്ല തൂശനിലയിൽ സദ്യ വിളമ്പണം അല്ലേ? മലയാളിക്ക് ഓണസദ്യ പോലെ തന്നെ വളരെ പ്രധാനമാണ് അത് വിളമ്പാനുള്ള നല്ല വാഴയില. കേരളത്തിൽ കൃഷി കുറഞ്ഞതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് വാഴയില പ്രധാനമായിട്ടും എത്തുന്നത്. ആ വഴികളും നോക്കാം. സ്വന്തം പറമ്പിൽ നിന്ന് വാഴയില വെട്ടി ഓണസദ്യ കഴിക്കുന്ന കാലമൊക്കെ മാറി. ഇനി വാഴയിലയിൽ സദ്യ കഴിക്കണമെങ്കിൽ കീശ അല്പം കീറും. മാർക്കറ്റിൽ 2 ആഴ്ച മുൻപ് 5 രൂപയായിരുന്ന വാഴയില ഇപ്പോൾ 10 രൂപയായി ഉയർന്നു. തിരുവോണത്തോടടുക്കുമ്പോൾ വില 15 ആകും. കോയമ്പത്തൂർ, തൂത്തുക്കുടി, തഞ്ചാവൂർ, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും വാഴയില എത്തുന്നത്. 18 വർഷമായി വാഴയില വിൽപ്പനയിൽ സജീവമാണ് കോട്ടയം ഭരണങ്ങാനത്തെ ഈറ്റയ്ക്കുന്നിൽ ഫാം. നേരത്തെ തമിഴ്നാട്ടിൽ വാഴ കൃഷിയായിരുന്നു. വാഴ കൃഷി പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ് വാഴയിലോട്ട് ഞാൻ മാറിയത്. ഇപ്പോൾ എനിക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ വരുന്ന വാഴയില ഞാൻ തിരഞ്ഞ് നല്ല രീതിയിലാക്കി കവറിൻ്റകത്തേക്കാണ് ഇത് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നാട്ടിൽ ഈ സാധനം കിട്ടാനില്ലാത്ത കാരണം ഞങ്ങൾ കർണാടകം, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഏതാണ്ട് ഈ ഓണ സീസൺ ഏതാണ്ട് 6 ലക്ഷത്തോളം ഇലയുടെ ഓർഡർ ഇപ്പോൾ തന്നെ ഏതാണ്ട് കയറി വന്നിട്ടുണ്ട്. ഞാലിപ്പൂവൻ വാഴയിലകളാണ് സദ്യയ്ക്ക് കൂടുതലായി ഉപയോഗിക്കുന്നത്. മറ്റ് ഇലകളെ അപേക്ഷിച്ച് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. കേരളത്തിൽ വാഴക്കൃഷി സജീവമാണെങ്കിലും വാഴയില കൃഷി വളരെ വിരളമാണ്. അതിനാൽ തന്നെ തമിഴ്നാടിനെയും കർണാടകത്തെയും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നു. നമുക്ക് വാഴയില വിറ്റും അതിൻ്റെ കൊല വെട്ടിയും നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ഇപ്പം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് നാട്ടിൽ തൊഴിലില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് പുതിയൊരു സംരംഭം ആരംഭിക്കാനും ഈ പ്രസ്ഥാനം വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ചിങ്ങമാസത്തിലാണ്. ചിങ്ങമാസത്തിൽ ഓണത്തേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ മുഹൂർത്തങ്ങൾ ഒത്തിരിയുണ്ട്. കല്യാണ മുഹൂർത്തങ്ങൾ 500 പേർക്ക് സാധാരണ രീതിയിൽ നടത്തുന്ന ഒരു കല്യാണ പാർട്ടി ആണെങ്കിൽ 5000 പേരുടെ ഇലയാണ് ചോദിക്കുന്നത്. അതുപോലെയുള്ള മുഹൂർത്തം ചിങ്ങമാസത്തിൽ വരുന്ന കാരണമാണ് ചിങ്ങമാസത്തിൽ ഇതുപോലെ ഇലയ്ക്ക് വരുമാനം വില കൂടാനും അതുകൂടാതെ ഡിമാൻഡ് വരാനും കാരണം. സദ്യ വിളമ്പാൻ പ്ലാസ്റ്റിക് ഇലകൾ മാർക്കറ്റിലുണ്ടെങ്കിലും മലയാളിക്ക് തൂശനില തന്നെ വേണം. എന്നാൽ തമിഴ്നാടിൻ്റെ ഇലയില്ലാതെ മലയാളി എന്ന് ഓണം ആഘോഷിക്കുമെന്ന ചോദ്യം മാത്രമാണ് ബാക്കി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.